എല്ലാവർക്കും അടുത്തൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമാനാർത്ഥ ശബ്ദത്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അതായത് പര്യായ പദങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോ ഇന്ന് നമ്മ മൂന്നാമത്തെ ക്ലാസ് ആണ്. പേര് ക്ലാസ്സിൽ എന്താണ്? മുഹാവറ അല്ലെങ്കിൽ പ്രയോഗ അർത്ഥ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. അപ്പോ മുഹാവറ അല്ലെങ്കിൽ പ്രയോഗ അർത്ഥ്, ഈ പേരിൽ തന്നെയുണ്ട് എന്ത്? പ്രയോഗ അർത്ഥ്, പ്രയോഗത്തിന്റെ ഒരു അർത്ഥം. അതായത് ഒരു പ്രയോഗം ഉണ്ടാവും, അതിന്റെ അർത്ഥമാണ് എന്താ ഈ ഒരു ടോപ്പിക്. അതായത് നമ്മളെ ഇംഗ്ലീഷ് പരീക്ഷ എല്ലാവർക്കും എഴുതിണ്ടാവല്ലോ. ഇംഗ്ലീഷ് പരീക്ഷയില് ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് പാസേജിന്റെ ഭാഗത്ത്, അതായത് ഫസ്റ്റ് നമുക്കറിയാലോ ഒരു പാസേജ് വന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് ചോദിക്കുന്ന ചോദ്യമാണ് പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് റെഫേഴ്സ് ടു. ഒരു വാക്ക് തരും, അതായത് ഒരു വാക്ക് തന്നിട്ട് അതേ മീനിങ് ഉള്ള ഒരു വാക്ക് പാസേജിൽ നിന്ന് കണ്ടെത്താനാണ് ചോദിക്കുക. അതേ സംഭവം തന്നെയാണ് എന്ത്? പ്രയോഗ അർത്ഥ അല്ലെങ്കിൽ മുഹാവറ എന്ന് പറഞ്ഞാല്. ഓട്ടോമാറ്റിക്കലി മുമ്പ് എന്റെ ഈ സമാനാർത്ഥ ശബ്ദത്തിന്റെ വീഡിയോ കണ്ടവരും ഈ ഒരു വീഡിയോ കാണുമ്പോഴും ഒരു സംശയം വരാം, സമാനാർത്ഥ ശബ്ദവും മുഹാവറ അല്ലെങ്കിൽ പ്രയോഗ അർത്ഥം രണ്ടും ഒന്നല്ലേ? അപ്പോ സമാനാർത്ഥ ശബ്ദത്തിനെ പറ്റിയിട്ടും മുഹാവറയെ പറ്റിയിട്ടും നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോ സമാനാർത്ഥ ശബ്ദം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? എന്താണ്? ഒരു വാക്ക് അതേ സെയിം മീനിങ് വരുന്ന മറ്റൊരു വാക്ക്, അതിനാണ് എന്ന് പറയാ സമാനാർത്ഥ്. ഇനി മുഹാവറ അല്ലെങ്കിൽ പ്രയോഗ അർത്ഥ് ഇപ്പൊ എന്താ പഠിച്ചത് നമ്മള്? അതായത് ഒരു പ്രയോഗം ഉണ്ടാവും, അതേ മീനിങ് വരുന്ന മറ്റൊരു വാക്ക്. അതായത് പറയുന്നതിന് തന്നെ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് മറ്റേത് എന്താണ്? സമാനാർത്ഥ്, ഒരു വാക്ക് ആ വാക്കിന്റെ സെയിം മീനിങ്. മുഹാവറയാകുമ്പോ എന്താണ്? ഒരു പ്രയോഗമാണ് തരുന്നത്. അതായത് ഞാൻ നടന്നു വരുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നൊരു പ്രയോഗത്തിന്റെ അർത്ഥമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഇംഗ്ലീഷ് പാസേജിൽ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരു ക്ലാസ്സിലോട്ട് നടന്നു കയറി. ഓക്കെ, പാസേജിലുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ എന്റേർഡ്. ഓക്കെ, അപ്പൊ നമ്മ ക്ലാസ്സിലോട്ട് കയറി, നടന്നു കയറിയാണ് എന്ത് ഇംഗ്ലീഷിൽ ഒരു വാക്കായിട്ട്, അതായത് ഇത്ര വലിയൊരു പ്രയോഗത്തിന് ഒരു ചെറിയൊരു വാക്കായിട്ടാണ് ഉള്ളത്. അതായത് ക്ലാസ്സിലോട്ട് നടന്നു കയറി എന്നുള്ളതിനെ എന്റേർഡ്. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ മുഹാവറ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതായത് ഒരു പ്രയോഗമുണ്ട്, ആ പ്രയോഗത്തിന്റെ സെയിം മീനിങ് വരുന്ന ഒരു വാക്ക്. സത്യം പറയുകയാണെങ്കിൽ ഇത് രണ്ടും കണ്ടന്റ് ഒന്നാണ്. അതായത് ടോപ്പിക് ഡിഫറെന്റ് ആയാലും സംഭവം ചെയ്യുന്ന രീതി ഒന്ന് തന്നെയാണ്. അതായത് രണ്ടും എന്താണ്? സെയിം മീനിങ് വരുന്ന മറ്റൊരു വാക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റാൻസെന്ന് എടുത്തെഴുതാനാണ് ചോദ്യം. അപ്പൊ ഈ രണ്ട് ചോദ്യം കവിതാ സെക്ഷന്റെ, കവിതയുടെ ഒരു ഭാഗത്താണ് ഈ ഒരു ചോദ്യം വരിക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ മുഹാവറ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലാസ്റ്റ് ഒന്നാവുമ്പോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സമാനാർത്ഥം അതേപോലെ തന്നെ മുഹാവറ ഇത് തമ്മിലുള്ള വ്യത്യാസവും ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണുന്നവരെ ബൈ. ഇവിടെ നൽകിയിരിക്കുന്നത് 10ാം ക്ലാസ്സുകാരുടെ കുറച്ച് മുഹാവറകളാണ്.